ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ തായ്ലൻഡ് ലൈം, അപ്പോൾ അതിന് സാധനം കഴിഞ്ഞിരുന്നു, ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇത് ഹാർവെസ്റ്റിങ് കൂടെയാണ്. കാരണം ഇതിങ്ങനെ ഷോക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കാതെ വെച്ച് അത് കൊഴിഞ്ഞു വീകൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ഒന്ന് പൊട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമ്മളിത് പൊട്ടിച്ച് കൊടുത്താൽ മാത്രമേ അടുത്ത ബാച്ച് ഉണ്ടാവുകയുള്ളൂ. സോറി. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ ഹാർവെസ്റ്റിങ് ഒക്കെ കൂടെ ആയിട്ടൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പുതിയ പ്ലാന്റുകൾ വന്നത് കാണിക്കാനും പിടിക്കലൊക്കെ ആയിട്ടാണ്. നമ്മളിത് ഏത് സിട്രസ് ഫ്രൂട്ടാണെങ്കിലും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 ഇല 2 ഇല കയറിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ അതിൽ അടുത്ത ബാച്ച് ഉണ്ടാവുള്ളൂ. പുതിയ ശിഖരങ്ങൾ വന്ന് അപ്പോഴേ പുതിയ ബാച്ച് ഉണ്ടാവുള്ളൂ. പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിൽ വേണം അത് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട്. ഒരിക്കലുണ്ടായ ആ കമ്പിൽ പിന്നെ ഇത് ഇടൂല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ കമ്പുകൾ ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിന് അടുത്ത ബാച്ച് ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിലൊക്കെ നമുക്ക് വെച്ചിരിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. അതിൽ യാതൊരു സംശയമില്ല. നമ്മളെ ചെറുനാരങ്ങൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് ഇത്രയും വെറൈറ്റി എൻ്റെ ലെമൺ കളക്ഷനിൽ ഇത്രയും ഒരു ഫ്രൂട്ട് പിടിക്കുന്ന ഒരു ലെമൺ ഉണ്ടായിട്ടില്ല. ശ്രദ്ധിച്ചാലും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ആഴ്ച മുന്നേ പൊട്ടിച്ച ലെമണിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഈ ഫ്ലവർ ഇട്ടിട്ട് പുതിയ ചെടികൾ പിടിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് കൊടുത്താൽ മാത്രമേ ബാച്ച് ഉണ്ടാവുള്ളൂ. നല്ല മുള്ളുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതാണിത്. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് പൊട്ടിക്കാൻ. ഇന്നത്തെ വിളവെടുപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രൂണിങ്ങും കൂടെയാണ്. മുകളിലുണ്ട്. ഇതൊക്കെ പൊട്ടിക്കാതെ പറഞ്ഞാൽ നമുക്ക് ലാഡർ വേണ്ടി വരും. ലാഡർ കൊടുത്തിട്ട് എത്തുന്ന ദൂരത്തുള്ളതൊക്കെ പേനുണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഭയങ്കര നീരാണ്. ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൽ നോക്കിയാൽ മതി. നമ്മൾ കാര്യമായിട്ട് വളങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് വേണ്ടത് വെള്ളം കെട്ടി നിൽക്കാതെ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും വേപ്പൻ പുണ്ണാക്ക് ഇട്ടിട്ട് മണ്ണിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യുക. പിന്നെ വളങ്ങൾ കൊടുക്കുക. ഇപ്പോൾ വളത്തിൻ്റെ കൂടെ ഒരിക്കലും വേപ്പൻ പുണ്ണാക്ക് കൊടുക്കാതിരിക്കുക. ഇടയ്ക്ക് നമ്മൾ ഒന്ന് മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യുക. കാരണം അത് നമ്മളെ നല്ലതാണ് ചെടികളുടെ, പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ വെച്ച ചെടികൾ. 6 മാസത്തിലൊരിക്കൽ നമ്മൾ കുമ്മായ ഇട്ട് കൊടുത്തിട്ട് മണ്ണിൻ്റെ pH ഒക്കെ ലെവൽ ചെയ്യുക. 6 മാസത്തിലൊരിക്കൽ വേപ്പും പുണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിൻ്റെ വിരകളെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക. എല്ലാ നിമവിരകൾ, എല്ലാ വിരകൾ. അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. വളത്തിൻ്റെ എഫക്റ്റൊക്കെ തീർന്നതിൻ്റെ ശേഷം വേപ്പും പുണ്ണാക്ക് ഇട്ട് കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വളപ്രയോഗം നടത്തുക. കാരണം വളം പിന്നെ വേപ്പൻ പുണ്ണാക്ക് ഒരുമിച്ച് കൊടുക്കരുതെന്ന് എൻ്റെ ഒരു അനുഭവമാണ്. തിരിച്ചനുഭവമുള്ളവരുണ്ടാവും, അവർക്ക് അതേപോലെ ചെയ്യുക.
ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മളെ തൈകൾ കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. സാധനം അൺലോഡ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. അധികമില്ല, കുറച്ച് തൈകൾ, ഒരു 100 സംതിങ് തൈകളെ വന്നിട്ടുള്ളൂ പുതിയ സ്റ്റോക്കിൽ. അപ്പോൾ അത് ഇറക്കി കണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് കണ്ട് അൺലോഡ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. ഇത് തൈകൾ കണ്ടില്ലേ, ഒരു എന്ത് ഫ്രഷ്നെസ്സിലാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ മഴക്കാലമായതുകൊണ്ടാണ്, അധികം ഓവർ ചൂടില്ലാത്തതുകൊണ്ടാണ്. സാധാരണ വരുന്ന തൈകളൊക്കെ വളരെ ക്ഷീണിച്ചിട്ടാണ് എത്താറ്. പക്ഷേ നല്ല ഫ്രഷോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം തൈകളൊക്കെ വന്നിട്ടുള്ളത്. നല്ല അധികം വലിയൊരു പരിക്കുകളൊന്നും ഇല്ലാതെയാണ് തൈകളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പർപ്പിൾ പേരയ്ക്കും തായ്ലൻഡിൻ്റെ ലെമണുമാണ്. തൈകൾ കണ്ടില്ലേ, സൂപ്പർ തൈകളാണ്. മിക്കതിമ്മലും ലെമണുണ്ട്, കുറേയൊക്കെ ലെമൺ കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തൈകളൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതാണ് ന്യൂ അറൈവൽ സ്റ്റോക്ക്. ലെമണ് വേണ്ട, ലെമണ് ഒരു 50% ലെമണ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലവറിങ് തുടങ്ങിയാണ്ടിരിക്കണമെന്നുണ്ട്. സൂപ്പർ തൈകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു ലെമണൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്കൊരു ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം ജസ്റ്റ് ആദ്യം ഇതൊന്ന് പീൽ ചെയ്യാതെ അടിക്കുക, പീൽ ചെയ്തിട്ട് അടിക്കുക. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തിട്ട് അടിക്കണം. രണ്ട് മൂന്ന് ചെറിയ സീഡുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഒരുപാടൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക, അധികം അടിക്കാതെ ഇരിക്കുക. ഷുഗർ ചെയ്യേണ്ടവർക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക, ഉപ്പ് വേണ്ടവർ ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇനി ഷുഗറും ഉപ്പും കൂടെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ജ്യൂസൊക്കെ പല സ്റ്റൈലിലാണ് ലെമൺ ജ്യൂസ്. ഒരു 4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മിൽക്ക് ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ ലൈമ് നമ്മൾ തോലിയോട് കൂടിയിട്ട് അടിച്ചിട്ട് അതിൻ്റെ പച്ച കളറ് മാറ്റിയിട്ട് അടിച്ചതാണ്. ശരിക്കും മിൽക്ക് ലെമൺ ജ്യൂസാണെന്ന് പറയുന്നത്, പാല് ചേർത്ത പോലെ തോന്നുന്നുണ്ട്. ഓ, നമ്മളെ വെയിലത്തു നിന്നൊക്കെ ഒന്ന് വന്നിട്ട് എത്തുന്നുണ്ട്, കുടിച്ചാൽ നല്ലൊരു റിഫ്രഷാകും. ഏറ്റവും നല്ലൊരു ജെയിംസ് ലെമൺ ജ്യൂസ് അടിക്കാൻ നല്ലൊരു സാധനമാണ്. ലെമൺ എന്നുള്ള എന്തെന്നുള്ളതല്ല, അച്ചാറിനാണെങ്കിലും സലാഡിനാണെങ്കിലും ജ്യൂസിനാണെങ്കിലും ലെമണിൻ്റെ എല്ലാ ആവശ്യത്തിനും പറ്റിയ ഒരു പ്രത്യേകതരം ലെമണാണിത്. അറിയുന്നവർക്കറിയാം, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ധാരാളം അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. അവിടെ ബ്രസീലിൻ്റെ വരുന്നുണ്ട്, സീഡ് വരുന്നുണ്ട്. ബ്രസീലിൻ്റെ, വിയറ്റ്നാമിൻ്റെ, തായ്ലൻഡിൻ്റെയാണ് സീഡോട് കൂടിയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ലൈമ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നീരെടുക്കുകയാണ്. വളരെ സ്കിന്ന് കട്ടി കുറവുള്ള ഒരു ലൈമാണിത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നീര്. ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ഇത്രയും നീരാണ്. ഇത്രയും ജ്യൂസിയാണിത്. ഇത്രയും ജ്യൂസി എന്ന് പറഞ്ഞാൽ ഇത്രയും ജ്യൂസുള്ള ഒരു ലൈമ് എൻ്റെ ജീവിതത്തിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു 35 കൊല്ലത്തെ ഗൾഫിലെ ഫ്രൂട്ട് കച്ചവടത്തിൽ ബ്രസീലിൻ്റെയും ഈ തായ്ലൻഡിൻ്റെയും ലൈമാണ് ഏറ്റവും കൂടുതൽ ജ്യൂസി ആയിട്ട് വരുന്ന ലൈമ്.
ഇതിപ്പോൾ അതിൻ്റെ പുതിയ ബംഗ്ലാദേശിൻ്റെ ഒരു ലൈമാണ്, കാഗസി ലൈം. ഇതും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാഗസി ലൈമാണ്. നമ്മളെ ജ്യൂസ് ലൈം ജ്യൂസൊക്കെ അടിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ള. ഞാൻ ബംഗ്ലാദേശിൽ പോയപ്പോൾ അവിടെ സ്ട്രീറ്റിൽ വിൽക്കുന്ന മെയിൻ ജ്യൂസ് ഇതിൻ്റേതാണ്. ഇതും ഭയങ്കര ജ്യൂസിയാണ്, കണ്ടില്ലേ? ഒരു ലെമൺ പ്രസ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നിറയെ ജ്യൂസിയാണ്. സീഡാണെങ്കിൽ വളരെ 2-3 സീഡാണ് ഉള്ളത്. ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഇതാണ് കാഗസി ലെമൺ. ഇതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഈ ജ്യൂസ് ലൈം ജ്യൂസൊക്കെ അടിക്കുന്നവർക്ക് കുടിക്കുന്നവർക്കറിയാം. അതിൻ്റെ തൈകളാണ് ഈ വന്നിട്ടുള്ളത്. ഇതൊക്കെ കാഗസിൻ്റെ ഫുള്ള് ഫ്രൂട്ടഡായ വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ സോറി, ഇതിൻ്റെ ഒരു പരിചരണത്തിൻ്റെ കാര്യം കൂടെ മറന്നുപോയി. നമ്മൾ ലൈമിന് എപ്പോഴും ഫംഗിസൈഡ്, നമ്മളെ സാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗിസൈഡ്, നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയ ഫംഗിസൈഡ്, അത് ഇതിൻ്റെ തണ്ടിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഫംഗസ് വേഗം വരുന്നൊരു ചെടിയാണ് അത്. ലീഫുകളൊക്കെ എപ്പോഴും നല്ല പച്ചപ്പിൽ നിൽക്കണം. ഇൻ കേസ് നമുക്ക് അത് കളറ് മാറി ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഫംഗസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. നല്ല യെല്ലോയിഷ് കളറ്, ഡോട്ട്സ് ഒന്നും ഇല്ലാതെ യെല്ലോ കളറാണതെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അപ്പോൾ മാഗ്നീഷ്യം കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കാരണം അത് പറയാൻ വിട്ടുപോയതാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.